ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നേ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീമെയിൽ വിമൻ പെർഫ്യൂമിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം മുമ്പ് ഞാൻ മെൻ പെർഫ്യൂമിനെ കുറിച്ച് ഇട്ടിരുന്നു. അപ്പോഴെല്ലാം എല്ലാവർക്കും വിമൻ പെർഫ്യൂമിനെ കുറിച്ച് അറിയണം, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളർ മീ. ഞാൻ ഒത്തിരി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കളർ മീ എന്നുള്ള പെർഫ്യൂമിനെ കുറിച്ച് കേട്ടോ. ഇത് ബൂട്ട്സിന്ന് വാങ്ങിച്ചതാണേ. അപ്പം 3 വാങ്ങിച്ചപ്പം 2 വാങ്ങിച്ചപ്പോൾ ബൈ ടു ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല പെർഫ്യൂമാണ്. അപ്പോൾ ബ്ലാക്ക് കളറിൻ്റെ സ്മെല്ല് ഞാൻ പറയാവേ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 1 മില്യൺ പാക്കോ റബാൻ്റെയൊക്കെ ഒരു ഡ്യൂപ്പിൻ്റെ സ്മെൽ പോലെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 8 to 10 hours എന്ന് പറഞ്ഞാൽ 10 pound താഴെ വരുന്നുള്ളൂ. പക്ഷേ ഇത് 100 ml ബോട്ടിലിന് കേട്ടോ. അപ്പം നല്ല മണം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഫ്ലോറല് ഫ്രൂട്ടി മിക്സ്ഡ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇത് കേട്ടോ. കളർമീയുടെ ഗോൾഡ് കളർമീ ഗോൾഡ് ഫെമ എന്ന് പറയുന്നത് ഈ ബോട്ടിൽ കേട്ടോ. നല്ലതാട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇത് നമ്മുടെ കോട്ടിലൊക്കെ അടിക്കുവാണെങ്കിൽ ഏകദേശം ഒരു ദിവസം മുകളിൽ ഇതിൻ്റെ സ്മെല്ല് നിൽക്കും. എനിക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വർത്തായിട്ടും തോന്നിയ, ശരിക്കും ബാർഗെയിനാന്ന് തോന്നിയ ഒരു പെർഫ്യൂമാണ് കളർമീ. ഈ കളർ കേട്ടോ. ഇനി കളർമീയുടെ അടുത്ത കളർ കാണിക്കാവേ. ഇത് അക്വ. ഇതും അതെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടിച്ചടിച്ച് വേഗം തീർക്കും. ഇത്രയും വിലയേ ഉള്ളൂ, ഇത്രയും ലാസ്റ്റിംഗ് ആയതുകൊണ്ട് എന്നും ഇത് തന്നെ യൂസ് ചെയ്യുമായിരുന്നേ. അപ്പം അക്വ ഇത് ഈ കളർ കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറും വരുന്നുണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. ഇപ്പം കോഫി പൗഡർ വേണം ആക്ച്വലി അടുത്ത സ്മെല്ല് അറിയണമെങ്കിൽ. ഇത് കുറച്ചും കൂടി ഫ്രൂട്ടിയാണ്. മറ്റത് കുറച്ചും കൂടി ഫ്ലോറൽ പോലെ തോന്നെങ്കിലും ഇത് നല്ല ബെറീസിൻ്റെയൊക്കെ സ്മെല്ല് വരുന്ന പോലെ കേട്ടോ. നല്ല കുറച്ചും കൂടി ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇത് ഈ കളർ അക്വ കളർ കേട്ടോ, നല്ലതാണ്. അപ്പം എന്തായാലും 10 pound താഴെയല്ലേ വരുന്നുള്ളൂ. അതിൻ്റെ തന്നെ കുറേ പേര് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഈ കളർ കേട്ടോ, പർപ്പിൾ കളർ. ഞാൻ നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ സ്മെല്ല് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ, പറയാവേ. കുറേ പ്രാവശ്യം അടിച്ച് കഴിയുമ്പോൾ സ്മെല്ല് വരാതെയാവും, എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ആകുമ്പോഴേ. അതുകൊണ്ടാണ് കുറച്ച് സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് മിക്സ്ഡ് ആണ്. രണ്ടിനേക്കാളും ഡിഫറെൻ്റ് ആണിത്. എനിക്ക് ഈ 3 ഇത് സ്പൈസിയും പിന്നെ ഒരു ഫ്ലോറങ്ങളും മിക്സ് ആയതാണിത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ 3 ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് കേട്ടോ. ബ്ലാക്ക്, അത് കഴിഞ്ഞിട്ടാണ് പർപ്പിൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 3 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർത്തായിട്ടുള്ള പെർഫ്യൂം എന്ന് ഞാൻ പറയണത്. പിന്നെ ഇത് അടിച്ചടിച്ച് തീരാനായിട്ടുണ്ട്. ജിമ്മി ചൂ കാണാൻ പറ്റുന്നുണ്ടോ? ജിമ്മി ചൂവിൻ്റെ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്, ജിമ്മി ചൂ ഫ്ലാഷ്. ഇത് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് 2-3 days നമ്മൾ കോട്ടിലടിച്ചാലും നിൽക്കാറുണ്ട്. ഇത് ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ ഒരു 26th വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല സെയിലുണ്ടാവും ഇതിന്, ബൂട്ട്സിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ. ഇതെനിക്ക് ഫേവറേറ്റ് സ്മെല്ലാണ്. ഇതും ഫ്രൂട്ടി ഫ്ലോറൽ അങ്ങനെ വരുന്ന ഒരു നല്ല സ്മെല്ലാട്ടോ ഇതും. ഇത് ആക്ച്വലി ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. 30 pounds ഒക്കെ വരാറുണ്ട്, മറ്റത് ഈവൻ ലെസ് ദാൻ 20 ആണല്ലോ. അപ്പം ഇത്രയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.